ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററായ ലാർജ് നമ്പേഴ്സ് എറൗണ്ട് അസ് എന്നുള്ളതാണ്. അതിൽ പേജ് നമ്പർ 11 നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ ഇതാണ്. വിത്ത് ലാർജ് നമ്പേഴ്സ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു നോ ദ നിയറസ്റ്റ് തൗസൻഡ്സ്, ലാക്ക് ഓർ കോർ. ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിയറസ്റ്റ് തൗസൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 6,72,85,183 എന്നുള്ള നമ്പറാണ്. ഇതിൽ നിയറസ്റ്റ് തൗസൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് സൈഡ് നോക്കുക. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. ഇപ്പോൾ തൗസൻഡിൻ്റെ പൊസിഷൻ നമ്മൾ 5 ആണ്. ഞാൻ ജസ്റ്റ് ഒരു വര ഇവിടെ ഇട്ടു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വര ഇട്ടു. തൗസൻഡിന് ശേഷം ഇവിടെ 1000 കിട്ടി. 5 ഡിജിറ്റാണ് 1000. അപ്പോൾ ഇതിൽ തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നുള്ള 1 ആണ്. ഇവിടെ 5 ഓർ മോർ വരികയാണെങ്കിൽ ഈ 5 ഒരു അഡീഷണൽ ഒരു +1 കൂടി ചേരണം. ഇവിടെ ബിലോ 5 ആയതുകൊണ്ട് ഈ നമ്പറിൽ യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ എന്തെഴുതാൻ പറ്റും? 6, 7, 2, 8, 5. ബാക്കിയുള്ള ഭാഗം നമ്മൾ 3 0 ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ നേരെ മറിച്ച് 1ന് പകരം 6 ആണെങ്കിൽ 5 ഓർ മോർ ആയില്ലേ, ഈ 5ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് 67286 എന്നാവും. നോക്കാം. നിയറസ്റ്റ് 10,000 ആണ്. ഇവിടെ നമ്മൾ വീണ്ടും ചെയ്യുക. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വരയിടുന്നു. അപ്പോൾ 6728 തൊട്ടടുത്ത ഡിജിറ്റ് 5 ആണ്. 5 ഓർ മോർ ആകുമ്പോൾ നമ്മൾ എന്താവും? ഈ ഡിജിറ്റ് 1 കൂടും. അപ്പോൾ എന്താ ആൻസർ വരും? 6, 7, 2, 8 9 ആവും. ബാക്കി 4 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആൻസർ.